ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ ഒരു അമ്പല ദർശനമാവാന്ന് വിചാരിച്ചു. അപ്പം അമ്പല ദർശനം എന്ന് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരമ്പലമായിരിക്കുന്നല്ലേ? അല്ല ഒരമ്പലമൊന്നും അല്ല കേട്ടാ. ഇപ്പോൾ ഒരു 3 അമ്പലം പോവണം എന്നില്ല മൈൻഡിലാണ് ഉള്ളത്. ഇനി അത് മാറുമെന്നറിയില്ല. നമ്മളെ പ്ലാത്ര ടൗണിൽ എത്തിയേട്ടാ, പക്ഷെ ഒന്നും തിരിയുന്നില്ല. പണ്ട് വന്ന പ്ലാത്ര ടൗണേ അല്ല, ആകെ മാറിയിട്ടുണ്ട് കേട്ടാ. നമ്മളെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല രസത്തിലാണ് നമ്മൾ പോകുന്നത്. മക്കളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മാടായിക്കാവിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. മാടായിക്കാവിൻ്റെ പ്രത്യേകതകളൊന്നും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടത്തെ വരുന്ന സഞ്ചാരികളുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കാനും കാരണം അതുകൊണ്ട് തന്നെയാണ്. തിരുവർക്കാട്ട് കാവ് എന്നും മാടായിക്കാവ് അറിയപ്പെടുന്നുണ്ട്. കണ്ടില്ലേ, എന്ത് ഭംഗിയാണല്ലേ പച്ചപ്പ് വിരിച്ചിങ്ങനെ നിൽക്കുന്ന കാണാൻ. പാറത്തീരെ, അതായത് കുറച്ച് നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കാക്കാപ്പൂവിൻ്റെ സീസൺ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഓണം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഫുൾ കാക്കാപ്പൂ ഉണ്ടാവുമേ. ഇതാണ് നമ്മുടെ മാടായിക്കാവ്. മാടായിക്കാവിൽ വരാത്തവർ അപൂർവമാണല്ലോ. കണ്ണൂർക്കാർക്ക് മാടായിക്കാവ് എന്ന് പറഞ്ഞാൽ സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പം നമ്മൾ വന്ന സമയം കുറച്ച് ലേറ്റായിപ്പോയി, കാരണം നട അടച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞ് പോവാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോവാമെന്നുള്ള കണ്ടീഷനിൽ വന്നുകൊണ്ട് നമ്മൾ പുഷ്പാഞ്ജലിയും പിന്നെ അകപൂജയും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയും ഏട്ടനെല്ലാം കഴിപ്പിക്കുന്നുണ്ട്. കണ്ടില്ലേ ഇവരെ പരിപാടി നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് എവിടെ പോയാലും ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കില്ല. ഇതിൻ്റെ മേലെ നിന്നെല്ലാം വീണിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? കുറേ നേരം പറഞ്ഞു, പിന്നെ അത്രക്കും ബാലൻസ് ആയിട്ട് തന്നെ അവർ ചെയ്യും, ശ്രദ്ധിച്ചേ ചെയ്യൂല എന്ത് കാര്യമായാലും. പിന്നെ ഞാനൊന്നും പറയാൻ നിന്നിട്ടാ, അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ വെക്കുമായിരുന്നേ. അത് കഴിഞ്ഞിട്ടിതാ മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറ എന്ന് പറഞ്ഞിട്ട് കുറേ ബട്ടർഫ്ലൈസിൻ്റെ പിക്ക് കണ്ടിട്ട് അവർ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിനെ. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ നേരെ പോയത് വടുകന്ത ക്ഷേത്രത്തിലേക്കാണ്. പോകുന്ന വഴിക്കിൽ ഒരു കുളത്തിൽ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു, അധികം നേരമൊന്നും നിന്നിട്ടില്ല. പിന്നെ വടുകന്ത ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടില്ലേ കാഴ്ചകൾ. ഒരുപാട് സഞ്ചാരികളാണ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടുള്ളത്. പാറയാണെങ്കിൽ നീണ്ടു കിടക്കുന്ന മാടായിപ്പാറയുടെ ഭംഗി ആസ്വദിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ എത്തിയിട്ടുള്ളത്. അതിന് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പായസ കച്ചവടക്കാരും വഴിയോരങ്ങളിൽ ഐസ്ക്രീം കച്ചവടക്കാരും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. മഴയില്ലെങ്കിൽ പ്രത്യേക വൈബ് തന്നെയാണ്. മഴയാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർ നല്ലോണം ഉണ്ടായിരുന്നു. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ 3:30-4 മണി ആയതേ ഉള്ളൂ. ഒരു 5-5:30-6 മണി ആ ഒരു ടൈമിലാകുമ്പം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ആൾക്കാരുണ്ടാവുക. അപ്പം വടുകന്ത ക്ഷേത്രവും അടച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ എത്തിയ ടൈം കുറച്ച് നേരത്തെ വരണമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നും നേരത്തെ പ്ലാൻ ചെയ്യാതെ ചെയ്തതായതുകൊണ്ട് പെട്ടെന്നുള്ളൊരു വരവായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ കഴിപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് എവിടത്തേക്കാണെന്നല്ലേ? അതന്നെ പെട്ടെന്ന് എടുത്ത പ്ലാനാണ് രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകുക എന്നുള്ളത്. അവിടുത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല ശില്പമുണ്ട് അവിടെ. ഇതാണ് നമ്മുടെ കുപ്പം പാലം കേട്ടോ. ഇതുണ്ടല്ലേ, എന്ത് മനോഹരമായിട്ടാണല്ലേ ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം എന്താണെന്നറിയില്ല, ഇന്ന് നല്ല വെയിലാണുള്ളത്. അപ്പം നമ്മുടെ ഈ അമ്പലത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരാണ് വരുന്നത്. കാരണം ഈ ഒരു പ്രതിമ കാണാനും ഒരുപാട് ആൾക്കാർ. കാരണം ഞാൻ ഇതിനു മുന്നേ ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഒന്നും ഈ അമ്പലത്തിൽ ഇത്ര വലിയ തിരക്ക് ഞാൻ കണ്ടിട്ടിരുന്നില്ല. കാരണം വൈകുന്നേര സമയങ്ങളിലാണ് കൂടുതൽ തിരക്കുണ്ടാവാറ്. നമ്മളെല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് അമ്മയുടെ ഫ്രണ്ടിനെ കണ്ടിട്ട് അമ്മ വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ സ്ത്രീകൾക്ക് 8 മണി കഴിഞ്ഞാലാണ് ഉള്ളിലേക്ക് പ്രവേശനമുള്ളത്. ഈ കാണുന്നത് വരെ സ്ത്രീകൾക്ക് നിൽക്കാം. അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ആ ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ 8 മണി കഴിയണം. പിന്നെ ഏട്ടനും മക്കളൊക്കെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ചുറ്റും പോയി കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റിട്ടേൺ പോവാന്നുള്ള രീതിയിൽ നമ്മൾ വന്നിട്ടുണ്ട്. കണ്ടില്ല, പഴയ ആ ഒരു പ്രതാപം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോഴും ആ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ. ഈ ഒരു ശില്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ജീവൻ തുടിക്കുന്ന ഒരു ശിവപ്രതിമ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറുമ്പോഴത്തേക്ക് അതാ പേരുമഴ.
അപ്പം വണ്ടിയിലായതുകൊണ്ട് പ്രശ്നമില്ല, നമ്മൾക്ക് തൊഴുന്നതിനോ അല്ലെങ്കിൽ ദർശനം നടത്തുന്നതിനോ ഒരു തടസ്സവും മഴ നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിനി നേരെ പോകുന്നത് മാമാനത്തേക്കാണ് കേട്ടോ. മാമാനം ഇരിട്ടിയിലാണ്. ഇരിട്ടിയിലുള്ള മാമാനത്തേക്കാണ് പോകുന്നത്. മാമാനത്ത് പോയിട്ട് അവിടുന്ന് മറികൊത്തണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്കത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ, അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം എൻ്റെ ഒന്നിച്ച് എൻ്റെ ചെറിയ കുട്ടി ഉണ്ടായതുകൊണ്ട് അധികം വീഡിയോസൊന്നും പറ്റിയില്ല. പിന്നെ ഫസ്റ്റ് നമ്മൾ കാലൊക്കെ കഴുകുന്നത് ഈ കുളത്തിൽ വന്നിട്ടാണ് കാല് കഴുകി. പിന്നെ കയ്യിൽ നമ്മൾ തേങ്ങ, അതായത് മറികൊത്താനുള്ള തേങ്ങയും ഒന്ന് കഴുകിയിട്ടെടുക്കണം. അത് കഴിഞ്ഞിതാ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് താഴെ എത്തിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ ടോക്കൺ തന്നിട്ടുണ്ട്. പക്ഷെ ഭക്ഷണം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറശ്ശിനി പോകാൻ പറ്റില്ല. പിന്നെ അവർ നേരെ ഓടിയതൊരു കടയിലേക്കാണ് കേട്ടോ. ഒരു കളിപ്പാട്ടും ഇഷ്ടമാവാത്തതുകൊണ്ട് നേരെ തിരിച്ചു. അപ്പോൾ ഇതാ ഒരു മോളി ഇടയിൽ നിന്ന് ബബിൾസ് തോന്നുന്നുണ്ട് കേട്ടോ. +2 കഴിഞ്ഞതാണ്, അഞ്ചരക്കണ്ടിയിലെ കുട്ടിയാണ്. അപ്പം എല്ലാവരെയും പരിചയപ്പെട്ടിട്ടുണ്ട് മിന്നു. പിന്നെ പോകുന്ന പോക്കിൽ ആ ഒരു സാധനം അവൾക്ക് കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. പിന്നെ വണ്ടിയിൽ കയറി നമ്മൾ നേരെ പറശ്ശിനിക്ക് പോയിരുന്നേ. പറശ്ശിനിക്ക് പോകുമ്പം ഭയങ്കര വൈബാക്കിയിട്ടാണ്, ഇങ്ങനെ മിന്നുന്ന ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് ഇവർ പോകുന്നത് കേട്ടോ. അടിച്ചുപൊളി ലൈഫാണ് എന്ന് പറയണമെങ്കിൽ ഇതാണ്. പക്ഷെ മക്കൾ മിന്നൂസിനെ കൊണ്ട് ഭയങ്കര അലമ്പുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിശക്കുന്നു പറഞ്ഞിട്ട് തട്ടുകട കണ്ടപ്പം തട്ടുകടയിൽ നിർത്തിയിട്ടുണ്ട്. ലൈറ്റായിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. അൽഫാമും ഷവർമയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കഴിക്കുമായത്. പക്ഷെ എനിക്ക് മസ്റ്റായിട്ടും എനിക്ക് മുത്തപ്പൻ്റെ അടുക്കത്തെ ചോറ് വേണമെന്നില്ല വാശിയിലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചായ മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ നല്ലൊരു തട്ടുകടയായിരുന്നു. അടിപൊളി വൈബാണ് ഈ തട്ടുകടയിൽ. നല്ല ടേസ്റ്റി ഫുഡും ഒക്കെ തന്നെയാണ്. അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ തളിപ്പറമ്പ് മയ്യിൽ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാമല്ലോ, ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അധികം നേരം നിന്നിട്ടില്ല, നമ്മൾ വേഗം വിട്ടു പറശ്ശിനി പോകുമ്പോഴത്തേക്ക് അതാ മുത്തപ്പൻ കയ്യാറായി എന്ന് പറഞ്ഞു. പിന്നെ മുത്തപ്പനെ കാണാൻ പറ്റുന്നൊന്നും തോന്നിയില്ല, കാരണം ഉള്ളിലേക്ക് കയറുമ്പോൾ ആൾ പറഞ്ഞു, അവിടുന്ന് പറയുന്നുണ്ട് മുത്തപ്പൻ കഴിഞ്ഞു, ഒരു 5 മിനിറ്റ് ആയില്ല, ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. നേരെ പോയി നോക്കുമ്പോഴത്തേക്ക് അതാ മുത്തപ്പൻ്റെ എന്തൊക്കെയോ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. മുത്തപ്പൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചടങ്ങുകൾ എന്തോ ദൈവം സഹായിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ചോറിന് വേണ്ടിയിട്ട് ഓടുന്നുണ്ടാ. ഓളെല്ലാം പൊറോട്ട തിന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചോറ് 2 പ്ലേറ്റിൽ വാങ്ങിനി. എന്നിട്ട് കണ്ടില്ല മാറിയിരിക്കുന്നു, എനിക്കൊന്നും ചോറ് വേണ്ട എന്നിട്ട് മാറിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഫോൺ കൊടുത്തിട്ടാണ് ചോറ് തിന്നിച്ചത്. കണ്ടില്ലേ, പോലീസ് മാമൻ എന്നോട് ടാറ്റ പറഞ്ഞിട്ട് പോലീസ് മാമൻ ആദ്യമേ ടാറ്റ കൊടുത്തിട്ട് ഇതാ ഉള്ളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരെ എവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാരോട് സംസാരിച്ച് അവരോട് വർത്തമാനം പറയാനെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇതാ അവരെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കളിപ്പാട്ടം, കൂമ്പാരം പോലെയുള്ള കളിപ്പാട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. പൊന്നൂന് ഒന്നും ശരിയാവുന്നില്ല. ഒന്നെടുക്കും അടവെക്കും. അവളോട് ഒന്നും വാങ്ങണ്ട പറഞ്ഞ പോലെ ഉണ്ട് ഓളെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു പൊന്നു എന്തെങ്കിലും എടുത്തിട്ട് വാ, അത് വേണ്ട അത് വേണ്ട എന്നാൽ കട മൊത്തം കൊടുക്കുകയാണെങ്കിൽ ഓള് എടുക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ എളമ്പേരത്തെ മുത്തപ്പൻ്റെ മടപ്പുര കണ്ടത്. അപ്പോൾ ഇവിടെ ഇന്ന് മുത്തപ്പൻ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ആ സമയത്ത് എത്താൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് എനിക്കൊന്ന് കയറിയിട്ടൊന്ന് പ്രാർത്ഥിച്ച് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടു കേട്ടോ. ഇപ്പം തന്നെ ഒരു 10:45 11 മണിയായി. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലിനി അമ്മേനെ ആക്കിയിട്ട് നമ്മൾ നിൽക്കുന്ന വീട്ടിലേക്ക് പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ. വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.